വെൽക്കം ബാക്ക് ടു ഐഷു ബ്ലോഗ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ എന്താ ഇങ്ങനത്തെ കോലത്തിൽ നിൽക്കുന്നതെന്ന്. ബിക്കോസ് ഗെയ്സ്, ഞാൻ ലുലു വെച്ചാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കസിൻ ഇല്ല, പക്ഷേ വേറെ ഒരാൾ എൻ്റെ കൂടെ കാണും. അപ്പം അതാരാണെന്ന് ഞാൻ പിന്നെ ലേറ്റായിട്ട് പറയാം. അപ്പം ലുലുവിൽ പോയി എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ, ബർത്ത്ഡേ ആഘോഷിച്ച് നമ്മൾ നേരെ തിരിച്ചു വരും. ഇപ്പം എനിക്ക് 9 വയസ്സായി. എൻ്റെ 8 വയസ്സ് തീർന്നിട്ടുണ്ട്. ഇനി 9 വയസ്സാണ് എനിക്ക്. അപ്പം ഇനി ഡ്രോയിങ് ക്ലാസ് വെച്ച് നമുക്ക് കാണാം. അങ്ങനെ ഡ്രോയിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു. ഇതെനിക്കൊരാൾ തന്നൊരു ഗിഫ്റ്റാണ് ഡ്രസ്സ്. പിന്നെ ഈ ഒരു ബാഗും ഞാൻ ഇന്നലെ കാണിച്ചൊരു ബാഗാണ്. പിന്നെ ഈ ക്ലിപ്പും ഓർമ്മ ഉണ്ടല്ലോ, ഇന്നലെ കാണിച്ച. നമ്മളിപ്പോൾ ഡ്രോയിങ് കഴിഞ്ഞ് അമദാനിൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ആരൂസ്, ഞാൻ പറഞ്ഞ ഒരു വ്യക്തി, എൻ്റെ ഫ്രണ്ട്. ഇതാണ് ആരൂസിൻ്റെ അമ്മ. പേടിത്തൊണ്ടിയാണ് സ്കൂൾ വണ്ടി ഓട്ടിക്കാൻ. അപ്പോൾ ഇത് ആരീസാണ്, ഭയങ്കര ഷൈ. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആളത്തിരി ഓക്കെയാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തും ഗെയ്സ്, ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ്. ഐ നോ. ഹായ് ഗെയ്സ്, അങ്ങനെ നമ്മൾ ലുലു മോൾ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആരൂസ് ഉണ്ട് ഗെയ്സ്, പിണങ്ങിയിരിക്കുകയാണ്. ഒരു നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഒരു കാര്യം പറഞ്ഞ് തീരുന്നിട്ട് നമ്മൾ നേരെ കുറച്ച് കട്ടിയായിരിക്കും. ഫണ്ടുവേ നമ്മൾ പോകും. എന്നിട്ട് എൻ്റെ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ പോകും. അവിടെ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കായിരിക്കും. സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ നേരെ എന്താ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ നിൽക്കും. നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കും, കുളിക്കും ഒരുമിച്ച്. ഐ ആം സോ ഹാപ്പി. പിന്നെ നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. എൻ്റെ ഉമ്മി വാങ്ങിച്ച് തരും. മാമ so good and love it. So pretty. So guys, I have so doubt guys. The Arus also here. Thank you. Bye. ഇതാണ് എൻ്റെ ഉമ്മ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നത്. ഇതിനേതെങ്കിലും ഒന്ന് കിട്ടും. ഓക്കെ, ഇനി കേക്ക് കട്ടിങ്ങുള്ളി.